സിനിമ ഈസ് ഓൾവേസ് എ കൊളാബറേറ്റീവ് ആർട്ട്. നമ്മുടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വിഷനും കൂടിയാണല്ലോ. ഡയറക്ടറുടെ എക്സ്പ്രഷൻ തന്നെയാണ് സിനിമ എന്നതിൽ സംശയമൊന്നുമില്ല. പെരുമാറാൻ അറിയാത്ത ഡയറക്ടർമാരും പെരുമാറാൻ അറിയാത്ത സിനിമാറ്റോഗ്രാഫർമാരും ഭരിച്ച ഒരു സ്ഥലമാണ് കേരളം. മലയാള സിനിമ ഭരിച്ച് മരിച്ച ഒരു സ്ഥലമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാലാണ് ആൾക്കാർ കേൾക്കുള്ളൂ. ഡിവല്യൂഷൻ ലെവലിന്റെ താഴെ നിൽക്കുന്നവർക്ക് ആക്രോശങ്ങളെ കേൾക്കുള്ളൂ, അതേ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ബ്രില്യൻ്റ് ആൻസർ, വെരി ഗുഡ്. സ്ട്രേറ്റ് ഫ്രം ഹാർട്ടിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ ജെയിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും സന്തോഷമുള്ള കാര്യം, കുറച്ച് ക്വറീസ് ആളുകൾ നമുക്ക് എഴുതി അയച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ആദ്യത്തെ ചോദ്യം തന്നെ വന്നിരിക്കുന്നത്, ഡോക്ടർ ജെയിൻ, യു മെൻഷൻ ദാറ്റ് in a professional setup we must focus on the synergy, but my doubt is that isn't it filmmaking an expression of director? ഒരു സിനർജിയെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഒരു ടീമിങ് അപ്പിനെ പറ്റിയിട്ടും അതിൻ്റെ ഒരു എനർജിയെ പറ്റിയിട്ടും അത് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ചോദ്യം വളരെ വ്യക്തമാണ്, വളരെ സ്പെസിഫിക്കുമാണ്. ഇതൊരു ഡയറക്ടറുടെ എക്സ്പ്രഷൻ അല്ലേ സിനിമ? സത്യത്തിൽ ഈ ചോദ്യം വളരെ ഞാനൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ പറയണ്ടായ ഐ ആം ദ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ. അപ്പോൾ ഐ ആം ദ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ എന്ന് പറയുന്നത് ഐ എം എ ടോട്ടാലിറ്റേറിയൻ, അല്ലെങ്കിൽ ഐ എം എ ഡിറ്റക്ടർ ഓഫ് ദ മൂവി, സോ ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു കൊല്ലാനും തിന്നാനും വളർത്താനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ആശയം നമ്മൾ സത്യത്തിൽ കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിനെ പറ്റിയാണ് ഈ സിനർജിയെ പറ്റിയിട്ട് പറയേണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് നേരിട്ട് കടക്കാമെന്ന് തോന്നുന്നു ഒരു ആൻസർ എന്നുള്ള നിലയിൽ. എന്തായാലും ഞാൻ ഈ ചോദ്യം ചോദിച്ച ആളോട് പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി പറയാമെന്നുള്ളത്. പക്ഷേ അറിയാലോ, ഇപ്പോൾ ഒരു വളരെ സഞ്ചാരങ്ങൾ കൂടുതലുള്ളൊരു സമയമായതുകൊണ്ട് അത് ഇച്ചിരി ലേറ്റായി എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു സംശയം ഒരു ആസ്പിറൻ്റ് ലെവലിൽ തോന്നും. കാരണം നമ്മൾ ആ കരിയറിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉള്ളൊരു ഘട്ടത്തിൽ നമ്മളിതൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ഈ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ എന്ന് പറയുന്ന കാലത്തും അങ്ങനെ ഹിറ്റ്ലറാവാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതൊരു അലങ്കാരത്തിന് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ സിനർജി എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു വിഷന് വേണ്ടിയിട്ട് സിബി എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഏരിയയിലാണ് ഈ സിനർജി ഉണ്ടാവുന്നത്. അപ്പം സിനിമ ഈസ് ഓൾവേസ് എ കൊളാബറേറ്റീവ് ആർട്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ പോയട്രിയോ പോലെയുള്ളൊരു ആർട്ടല്ലല്ലോ. അപ്പോൾ ഇതിൽ എൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ്, ഡയറക്ടറുടെ എക്സ്പ്രഷൻ തന്നെയാണ് സിനിമ എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ എൻ്റെ എക്സ്പ്രഷനെ എനിക്ക് ഒരു ബ്രഷ് കൊണ്ടല്ല അത് കൊണ്ടുവരാൻ പറ്റുന്നത്. അതിൽ 22-ലധികം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചല്ലോ. അപ്പം ഒരു ക്യാമറാമാനും ഇതിനോട് മോട്ടിവേറ്റഡ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ എൻ്റർപ്രണറിയൽ മാനേജ്മെൻറ്റ് ലെവലിൽ നമ്മളതിനെ സംസാരിക്കുകയാണെങ്കിൽ ഷെയർഡ് വിഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു വിഷൻ ഉള്ളൊരു ഫൗണ്ടർ ആ വിഷനെ എൻ്റെ ടീമിന് ഷെയർ ചെയ്യാൻ പറ്റണം. ഷെയർഡ് വിഷനല്ല, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ വിഷൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും അത് പ്രൊലിഫറേറ്റ് ചെയ്യില്ല, അത് വികസിച്ച് വിരിഞ്ഞ് വരില്ല, ഒരു പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞു വരില്ല. അപ്പോൾ ഈ സിനർജി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എൻ്റെ വിഷനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ടീം മെമ്പേഴ്സിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവർക്ക് ആ ഭാഗം നിർവഹിക്കുന്നതിൽ അവർക്കൊരു ആവേശമുണ്ടാവണം. അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ എൻ്റെ വിഷനെ അത് ബാധിക്കുന്നില്ല. ഏത് പുസ്തകത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പുസ്തകത്തിൽ എഴുതിയിരുന്ന ഒരു സംഗതിയുണ്ട്, ഇഫ് യു ആർ ഫെയിലിംഗ് ടു ഷെയർ യുവർ വിഷൻ ആസ് എ ഫിൽം മേക്കർ ഓൺ ദി എഡിറ്റിംഗ് ടേബിൾ യു വിൽ എൻഡ് അപ്പ് വിത്ത് മേക്കിംഗ് 10 films.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറാമാൻ്റെ ഒരു ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ടാവും, എഡിറ്ററുടെ ഒരു ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ടാവും, സൗണ്ട് എഞ്ചിനീയറുടെ ഒരു ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് മാറിപ്പോയിട്ടുണ്ടാവും എന്നുള്ള അർത്ഥത്തിലല്ല. സ്ക്രിപ്റ്റൊക്കെ അത് തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ ത്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഒരു പെർസീവ്ഡ് ട്രൂത്ത് എന്ന് പറയുന്ന സംഗതി കൃത്യമായിട്ട് നമ്മൾ ആ വിഷൻ അത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർ ആങ്കറിങ് ഷിഫ്റ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് യു വിൽ എൻഡ് അപ്പ് വിത്ത് മേക്കിംഗ് 10 ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്ടറുടെ എക്സ്പ്രഷൻ മാറിപ്പോവുകയോ അത് വേറെ ആരുടെ എക്സ്പ്രഷനായി മാറുകയോ ഒന്നുമല്ല. എൻ്റെ വിഷൻ കൃത്യമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അത് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഒരു സിനർജി ഉണ്ടാവും. ദെൻ ദിസ് 1+1 ബിക്കംസ് 11, നോട്ട് 2 എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ചില കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ പണ്ട് തന്നെ പറയുക ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ഇൻസ്റ്റയിലെ പശു ചാണടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതിൽ അനുഭവിക്കാതെ നമുക്കത് ചിലപ്പോൾ മനസ്സിലാവില്ല. ആൻഡ് ദിസ് ഡൗട്ട് ഈസ് ഓൾവേസ് ദർ വിത്ത് എവറി ആസ്പിരൻറ്റ് ഹു ഹാസ് സ്റ്റാർട്ടഡ് ജസ്റ്റ് ലെവൽ 1 ലെവൽ 2 എത്തുന്നവർക്കൊക്കെ ഉണ്ടാകാവുന്നൊരു സംശയമാണ് എൻ്റെ എക്സ്പ്രഷൻ അല്ലേ എന്നുള്ളത്. ഉറപ്പായിട്ടും അവരുടെ ഡയറക്ടറുടെ എക്സ്പ്രഷൻ തന്നെയാണ്. പക്ഷേ ആ എക്സ്പ്രഷൻ വിഷ്വലൈസ് ചെയ്യുന്നതിൽ, ആക്ച്വലൈസ് ചെയ്യുന്നതിൽ ബാക്കി എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അവിടെയാണ് ആ ഷെയർഡ് വിഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന്, നിയോയിലെ സ്റ്റുഡൻസ് ആദ്യഘട്ടങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇതിൻ്റെ ഒരു അടുത്ത ലെവൽ ചോദ്യം അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ഷോട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ക്യാരക്ടർ സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിൻ്റെ ക്യാരക്ടറൈസേഷൻ നടന്നിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ വാണ്ടും നീഡൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാരക്ടർ എവിടെ നിന്നാണ് ഡ്രാമ തുടങ്ങുന്നതെന്നും അയാൾ കടന്നു പോകുന്ന കോൺഫ്രണ്ടേഷൻ പൊസിഷൻസ് എവിടെയാണെന്നും മിഡ് പോയിന്റ് എവിടെയാണെന്നും ക്ലൈമാക്സ് എവിടെയാണെന്നൊക്കെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അത് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഒപ്പണൻസ് ആരൊക്കെയാണ്, അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ടീം ആരാണ്, ഇതൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിൽ ഡിഫൈൻഡ് ആണ്. ഇത് ഡയറക്ടർ ഷോട്ടുകളായിട്ട് എടുക്കുന്നു, ഷോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ഷൂട്ട് ചെയ്യാൻ ക്യാമറാമാനെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറെ ഏൽപ്പിക്കുന്നു. സിനിമാറ്റോഗ്രാഫർ അതിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡയറക്ടർ പറയുകയാണ് ഇതൊരു വൈഡ് ഷോട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്ലോസപ്പ് ഷോട്ടാണ് വേണ്ടത്. അപ്പോൾ സിനിമാറ്റോഗ്രാഫർ സ്വാഭാവികമായിട്ടും ചില ടെക്നിക്കൽ തീരുമാനങ്ങൾ നിർബന്ധമായിട്ടും സിനിമാറ്റോഗ്രാഫർ എടുക്കേണ്ടി വരും. അത് ഏത് ലെൻസിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ആംഗിളിൽ, ഏത് മൂവ്മെൻറ്റിൽ, ഏത് ടെക്നിക്കൽ എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, ഏത് ലൈറ്റ് യൂസ് ചെയ്യണം, അതിൻ്റെ കണ്ടിന്യൂറ്റി തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു തീരുമാനം, ഇതെല്ലാം ടെക്നിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പം നമ്മുടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു വിഷനും കൂടിയാണല്ലോ. അപ്പോൾ ആ വിഷൻ സിനിമാറ്റോഗ്രാഫറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അയാളുടെ തലയിൽ ആക്ച്വലി ടെക്നിക്കിൻ്റെ അപ്പുറത്ത് ആ വിഷനെ എങ്ങനെയായിരിക്കും ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനെ സിനിമാറ്റോഗ്രാഫർ എങ്ങനെ ഹോൾഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേക അവസ്ഥയിലാണ്, ഒരു പ്രത്യേക സ്റ്റേറ്റിലൂടെ കടന്നു, ഒരാൾ ഗിൽട്ട് അടിച്ച് നിൽക്കുകയാണ്, അയാൾ ഫാദറിന്റെ മുന്നിൽ, അച്ഛന്റെ മുന്നിൽ ഗിൽട്ട്. ഇപ്പൊ അങ്ങനെയുള്ള സിനിമകൾ നോക്കിട്ടല്ലോ, ഇപ്പൊ സ്ഫടികം പോലുള്ള സിനിമ, അല്ലെങ്കിൽ കിരീടം പോലുള്ള സിനിമ. ആ സമയത്ത് സിനിമാറ്റോഗ്രാഫർക്ക് മാഗ്നിഫിക്കേഷൻ ഒക്കെ, അല്ലെങ്കിൽ ലെൻസ് ഇതാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ക്യാമറ, ഇതൊക്കെ ടെക്നിക്കൽ തീരുമാനങ്ങളാണ്. പക്ഷെ ഈ ഡയറക്ടറുടെ വിഷനിലുള്ള ആ ഇമോഷനെ, ക്യാരക്ടറിന്റെ ഇമോഷനെ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവിടെയാണ് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള ഡിസൈനർ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ സാധാരണ പറയും ഈ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദി ഫിലിം എന്ന് പറയും. അപ്പോൾ ഈ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദി ഫിലിമിൽ ഈ ലുക്കിനെ കുറിച്ചിട്ടാണ് നമുക്ക് ടെക്നിക്കാലിറ്റികളിലൊക്കെ പറയാവുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന കാര്യമാണ് എത്തിയത്. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് ഈ ഫീൽ എന്താണെന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഡിസൈഡ് ഔട്ട്കം എന്ന് പറയുന്നത്. ആ ഫീൽ അതിലുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം മുൻകാലത്ത് ഇപ്പം മോണിറ്റർ വരുന്നതിന് മുമ്പ് ക്യാമറാമാൻ 2 രീതിയിൽ അതിനെ നോക്കും. ഒന്ന് ഈ വ്യൂ ഫൈൻഡറിൻ്റെ ഉള്ളിലൂടെ നോക്കും,
അത് കഴിഞ്ഞിട്ട് ചില കറക്ഷൻസ് നടത്തും, വീണ്ടും വ്യൂ ഫൈൻഡറിൻ്റെ ഉള്ളിലൂടെ നോക്കും, പിന്നെ ചില കറക്ഷൻസ് നടത്തും. അപ്പോൾ ഈ വ്യൂ ഫൈൻഡറിൻ്റെ ഉള്ളിലൂടെ ക്യാമറാമാൻ നോക്കുന്നത് ഈ ഓഡിയൻസ് എങ്ങനെയായിരിക്കും ഇത് കാണാൻ പോകുന്നത്, ഓഡിയൻസ് എങ്ങനെയാണ് ഇത് പെർസീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യൂ ഫൈൻഡറിൻ്റെ ഉള്ളിലൂടെ നോക്കുന്ന ക്യാമറാമാൻ എന്ന് പറയുന്ന ആൾ ആക്ച്വലി മെമ്പർ ഓഫ് ദി ഓഡിയൻസ് ആണ്. അപ്പോൾ അവിടെ എനിക്ക് ഈ ഇമോഷൻ കിട്ടുന്നുണ്ടോ, അവിടെ ഈ എക്സ്പ്രഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന എക്സ്പ്രഷൻ തന്നെയാണോ അല്ലെങ്കിൽ ഇമോഷൻ തന്നെയാണോ ഡയറക്ടർ എന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന ഒരു അസസ്മെൻറ്റ് നടന്നിട്ട് അതെനിക്ക് മുഴുവൻ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കുറച്ച് ലൈറ്റ് കുറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ലൈറ്റ് കൂടേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്യാമറ മുമ്പിലേക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടർ കുറച്ചുകൂടി മുന്നിലേക്ക് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഓപ്പറേഷൻ്റെ സ്പീഡ് ടെമ്പോ ഇച്ചിരി കൂടി മാറേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എൻ്റെ കയ്യിലുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ആ പറഞ്ഞ ഡയറക്ടർ എന്നോട് പറഞ്ഞ ഇമോഷൻ, ഞാൻ പെർസീവ് ചെയ്ത ഇമോഷൻ എനിക്ക് പ്രേക്ഷകന് ഈ ഫ്രെയിമിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് സിനിമാറ്റോഗ്രാഫറുടെ ബ്രില്യൻ്റ് ആൻസർ. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, അല്ലെങ്കിൽ സൗണ്ട് ഒരു ഓഡിയോഗ്രാഫർ, അല്ലെങ്കിൽ ഒരു VFX ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമർ, ഒരു ആർട്ട് ഡയറക്ടർ, അയാളൊക്കെ ഈ ഇമോഷൻ എന്ന പാരാമീറ്റർ ഡയറക്ടറുടെ ആ ക്യാരക്ടറിനെ കൊണ്ട് അല്ലേ അങ്ങനെ ആ ഇമോഷനിലേക്കായിരിക്കും. ഈവൺ ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നു, അപ്പോൾ ഡയറക്ടർ പറയണ ഇത് എത്തിയിട്ടില്ല. ഇതൊരു ഒരു പ്രൊഫഷണലായിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനർക്ക് ഡയറക്ടർ പോകുന്നതിന് മുൻപ്, ഇത് ഡയറക്ടറുടെ അടുത്ത് കാണിക്കുന്നതിന് മുമ്പ് ഇത് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാനതിന് മുൻപൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാറുള്ളത് ഇങ്ങനെയാണ്: എ പ്രൊഫഷണൽ ഈസ് നോട്ട് വൺ ഹൂ ഡസൻറ്റ് മേക്ക് മിസ്റ്റേക്സ്. എ പ്രൊഫഷണൽ ഈസ് സംവൺ ഹൂ മേക്ക് മിസ്റ്റേക്സ് but has the capability to identify that mistake before someone else say. ഇപ്പം ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് എന്നോട് വേറൊരാളാണ് പറയുന്നത് ഇത് മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രൊഫഷണൽ എന്ന് വിളിക്കാൻ പറ്റില്ല. ഹി മേ ബി എൻ എംപ്ലോയി. ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരാൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാവും. അയാളുടെ ഡ്രാഫ്റ്റ് 1ഉം ഡ്രാഫ്റ്റ് 2ഉം ഡ്രാഫ്റ്റ് 3ഉം ഒക്കെ അയാൾ എഴുതുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതോ ഒക്കെ അതുകൊണ്ടാണ്. ഡ്രാഫ്റ്റ് 1ൽ തെറ്റുകളുണ്ടാവും, അതിനെ കറക്റ്റ് ചെയ്തിട്ടാണ് ഡ്രാഫ്റ്റ് 2ലേക്ക് പോകുന്നത്. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ ആണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം ഇത് മിസ്റ്റേക്കാണ്, ഇതിൽ കറക്ഷൻ ഈസ് നീഡഡ്, ഇത് ആ ഡിസൈഡ് ഔട്ട്കമ്മിലേക്ക് എത്തുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ കറക്ഷൻസ് വരുത്തുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം കറക്ഷൻ വരുത്താനാണ് ഞാൻ ഈ വ്യൂ ഫൈൻഡറിലേക്ക് പോയത്. ഞാൻ ഈ കോസ്റ്റ്യൂം ഡിസൈനറുടെ കാര്യം പറയാൻ ഞാൻ ഷൂട്ട് ചെയ്തൊരു സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല, ഒരു മോഡേൺ ഗേൾ എന്നുള്ള കാസ്റ്റിങ്ങിലേക്ക് ഒരു പെൺകുട്ടിയെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് കമ്മിങ് ഡൗൺ ദി സ്റ്റെയർസ്. ദാറ്റ്സ് ദി ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ നമ്മളെല്ലാം ലൈറ്റപ്പ് ചെയ്തു ആൻഡ് ഷീ ഈസ് കമ്മിങ് ഡൗൺ ദി സ്റ്റെയർസ്. പക്ഷേ ഡയറക്ടർ ഈസ് അൺഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളും അൺഹാപ്പിയാണ്. ഈ സ്ക്രിപ്റ്റ് വായിച്ചതിനനുസരിച്ച് യു ഡോണ്ട് റിയലി ഫീൽ ദറ്റ് ആ കോസ്റ്റ്യൂമിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ ഈ കഥാപാത്രത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മോഡേൺ കോണ്ടംപററി ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നില്ല. കോസ്റ്റ്യൂം മോഡേൺ ആണെന്ന് ചോദിച്ചാൽ കോസ്റ്റ്യൂം മോഡേൺ ആണ്. പക്ഷേ പെൺകുട്ടി മോഡേൺ ആണെന്ന് ചോദിച്ചാൽ പെൺകുട്ടി ഉറപ്പായിട്ടും മോഡേൺ ആണ്. പക്ഷെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇമേജിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ലെവലിലേക്ക് ക്യാരക്ടർ വളരുന്നില്ല. അപ്പോൾ എല്ലാവരും വീണ്ടും അതുമേ ചർച്ചയായി അത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർട്ട് ഡയറക്ടർ ഗോകുൽദാസ് ആയിരുന്നു തോന്നുന്നു. ഗോകുലാണ് അതിനൊരു സജഷൻ പറഞ്ഞത്, ഇതിൻ്റെ ഡ്രസ്സിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോയി സ്ലീവ് അഴിച്ച് മാറ്റിയിട്ട് കോസ്റ്റ്യൂം ഡിസൈനർ വീണ്ടും അത് ചെയ്തു വന്നപ്പോൾ ഇറ്റ് വർക്ക്ഡ്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് ഇപ്പോൾ സൗണ്ടിൽ ചില കാര്യങ്ങളിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം, അത് മിക്സിൻ്റെ ലെവലിൽ ഏതോ ഒരു ഇഫക്റ്റ് കൂട്ടുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ട്. അതേസമയം ആ ഇഫക്റ്റ് താന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ എലമെൻസിൻ്റെ ട്വീക്കിംഗ് ആണ്, എലമെൻസിൻ്റെ ഒരു മിക്സിംഗ് ആണ് നമുക്ക് ഈ ഡിസൈഡ് ഔട്ട്കം കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കോൺക്രീറ്റ് ആവേണ്ട പോയിൻ്റ് ഈ ഡിസൈഡ് ഔട്ട്കം എന്താണ്, ഈ കൊടുക്കേണ്ട ഫീൽ എന്താണ്, ഈ ഇമോഷൻ എന്താണ്. നോട്ട് ഓഫ് ദി ടോട്ടൽ സീൻ, നോട്ട് ഓഫ് ദി ടോട്ടൽ ഫിലിം. ഐ എം ടോക്കിംഗ് അബൌട്ട് ദറ്റ് വൺ സിംഗിൾ ഫ്രെയിം വിച്ച് ഐ എം കമ്പോസിങ്. Is it emitting that desired outcome? Will it give that impact to the audience in the way the director was looking for that?
എന്ന് പറയുന്നൊരു പോയിന്റിലാണ് ആ ചർച്ച. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൻ്റെ മറ്റൊരു വശം, അതായത് ഒരു നാണയത്തിൻ്റെ മറ്റു വശം എന്ന് പറയുന്ന പോലെ, ദെൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് എ ഡയറക്ടർ ദെൻ ഹിസ് ടൂൾസ്, അല്ലേ? നമ്മൾ പലപ്പോഴും ടൂൾസാണ്. ഇപ്പോൾ നമ്മൾ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ആ സിനിമ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾ, അല്ലെങ്കിൽ എഡിറ്റർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾ എന്ന ലെവലിലേക്കൊക്കെ പലപ്പോഴും ആളുകൾ അതിനെ ചുരുക്കി കാണുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ആ വിഷൻ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണത് എന്ന് അറിയാതെ. അപ്പം ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, സ്റ്റുഡൻസ് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, അപ്പം നിങ്ങൾ കരുതുന്നത് ഇപ്പം എന്തോ കാരണവശാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏതോ ഘട്ടത്തിൽ വളരെ നന്നായി സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ എന്തോ കാരണവശാൽ അയാൾ ഫീൽഡ് ഔട്ട് ആവുന്നു, എന്തോ കാരണവശാൽ, അതിനർത്ഥം അങ്ങേർക്ക് ഷോട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എന്നാണോ? അല്ലെങ്കിൽ ഷോട്ട് ഡിസൈൻ അറിയില്ല എന്നാണോ? ലൈറ്റ് ചെയ്യാൻ അറിയില്ല എന്നാണോ? ഇമേജസിനെ വർക്ക് ചെയ്യാൻ അറിയില്ല എന്നാണോ? അതൊന്നുമല്ല, മറ്റെന്തോ കാരണം കൊണ്ടാണ് അയാൾ ഔട്ടാവുന്നത്. അയാളുടെ അപ്ഡേഷനുള്ള എന്തോ ഒരു കുറവാണ്. ആ അപ്ഡേഷൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരു ഡയറക്ടറുടെ വിഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിഷ്വൽ ഇമേജിലേക്ക് ഉള്ള കഴിവുറവാവും എന്നല്ലേ പറയാം. അങ്ങനെ എന്തോ ആണ് അത്. എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഓഡിയോ ലാംഗ്വേജ്, ലിറ്റററി ലാംഗ്വേജ് മാറുമല്ലോ. ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന വാക്കുകളല്ലല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. ചില എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഇപ്പോൾ വൈബ് എന്ന് പറയുന്നൊരു വാക്കൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. ആക്ച്വലി കുറച്ച് കാലം മുമ്പ് അത് മോഡേൺ ആയിരുന്നു. ഇപ്പോൾ ആ വാക്ക് പോലും ഔട്ട്ഡേറ്റഡ് ആയി, അടുത്ത വാക്ക് വന്നു തുടങ്ങും എന്ന് പറയുന്നത് പോലെ തന്നെ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഡിസൈഡ് ഔട്ട്കം കിട്ടാനായിട്ട് എൻ്റെ കയ്യിലുള്ള എലമെൻറ്റ്സ്, കഴിഞ്ഞു പോയ ഒരു ഓഡിയോ വിഷ്വൽ ലാംഗ്വേജിൻ്റെ എലമെൻറ്റ്സ് വെച്ചിട്ട് ഞാൻ ഈ ഡിസൈഡ് ഔട്ട്കം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഓഡിയൻസിന് അത് ആ ഡിസൈഡ് ഔട്ട്കം ഉണ്ടാക്കില്ല. അപ്പം ഐ എം സ്റ്റിൽ യൂസിങ് ദി സെയിം ഓൾഡ് ആൽഫബറ്റ്സ്, സെയിം ഓൾഡ് വേർഡ്സ് and same old visual elements to compose a frame which I think will give this desired outcome. അത് വരില്ല. ഈ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജ് മാറിയത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ആ മാറിയതിനനുസരിച്ച് ഞാനത് കൊടുക്കാൻ എനിക്ക് സാധിക്കും വേണം. അതിൻ്റെ ടൂൾസോ, അതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങളോ, അതിൻ്റെ ടെക്സ്ചറിങ്ങോ, ഈവൻ കളേഴ്സ്. ഇപ്പോൾ കളേഴ്സും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒലീവ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കഴിഞ്ഞ ഒരു സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ബെഡ്ഷീറ്റ് തൊട്ട് പില്ലോ തൊട്ട് ആർട്ടിസ്റ്റിൻ്റെ ഷർട്ട് വരെ ലൈറ്റ് ഒലീവ് ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളേഴ്സും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഈ ടെക്നോളജിയിൽ മാത്രമല്ല അപ്ഡേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഈ വെനീസിൻ്റെ പുതിയ വേർഷൻ ഇറങ്ങി, അല്ലെങ്കിൽ ആരിയുടെ പുതിയ മോഡൽ ഇറങ്ങി എന്നൊക്കെ പറയുന്ന ടെക്നോളജിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. പക്ഷേ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജിൽ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളൊരു കൺസേൺ ഇനി മുതൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം മുൻപ് അത് 12 വർഷം കൊണ്ടൊക്കെ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജ് മാറിക്കൊണ്ടിരുന്നത്. ഇന്നത് ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിലൊക്കെ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജ് മാറുന്നുണ്ട്, എഡിറ്റിങ്ങിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അപ്ഡേറ്റിങ്ങിൻ്റെ ഇഷ്യൂ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. റിഗാർഡിംഗ് ദ പ്രൊഫഷണൽ കോൺസെപ്റ്റ് ഇറ്റ്സെൽഫ്, ഹി മെൻഷൻഡ് how we must ensure everyone is happy in the team. How is it possible to do that and ensure that there is a satisfactory end product? അതൊരു വലിയ ചോദ്യമാണ്. ഒരു സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ്, പ്രൊഫഷണൽ കോൺസെപ്റ്റ്, ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ വലിയ, എനിക്ക് തോന്നുന്നു ഞാനത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും സിനിമയുടെ ആ മൊമെൻറ്റ് നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സാധനം, ക്രിയേറ്റീവ് ഹാപ്പിനെസ്, ആ വാക്ക് കുറച്ചുകൂടെ നല്ലത്. ആ ക്രിയേറ്റീവ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് എനിക്ക് ജയ് സാറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും അനുഭവിക്കുന്നത് ആര് എന്നൊക്കെ ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട്. ഈ 250 പേരിൽ ആരാണ് അത് അനുഭവിച്ചത്? ഒരു പക്ഷേ ഒരു മൊമെൻറ്റിൽ ആക്ടർ അനുഭവിച്ചു കാണും, സിനിമാറ്റോഗ്രാഫർ അനുഭവിച്ചു കാണും, ഡയറക്ടർ അനുഭവിച്ചു കാണും. അതിനപ്പുറത്തേക്ക്
ഈ സന്തോഷം പടരുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. എല്ലാവരും എന്തിൻ്റെയൊക്കെയോ തിരക്കിലാണ്, സമയത്തിൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അവിടെ സംഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ നിമിഷങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓഡിയോ ഡിസൈനർ റെക്കോർഡ് ചെയ്തത് ഡയറക്ടറെ കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഗംഭീരമായിട്ടല്ലോ എന്ന് പറയുന്ന മൊമെൻറ്റിൽ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമാറ്റോഗ്രാഫറുടെ ഫ്രെയിം കാണുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ദിസ് ഇസ് റിയലി റിയലി ഗ്രേറ്റ് എന്ന് പറയുന്നിടത്ത് സിനിമാറ്റോഗ്രാഫർ അത് അനുഭവിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ മീതെ എപ്പോഴും ഒരു ഡയറക്ടർ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വരിയുടെ ഒരു വിഷൻ്റെ മീതെ കൊടുക്കാനാണ് ഈ പ്രൊഫഷണൽസ് എല്ലാ പ്രൊഫഷണൽസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിക്കുമ്പോഴാണ് ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. പക്ഷേ അപകടം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് ഉണ്ടായിട്ട് ഇതിൻ്റെ പ്ലാനിങ്ങും പ്രിപ്പറേഷനും പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് അടുത്ത ഷോട്ടിൽ തട്ടി നമ്മൾ വീഴുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമയം എന്ന് പറയുന്നൊരു കാര്യത്തെ പ്രോപ്പർലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഹാപ്പിനെസ്സിനെ എല്ലാറ്റിനെയും കില്ല് ചെയ്യാനുള്ള സ്ട്രെസ്സ് ഇരുട്ടുപോലെ അവിടെ പടരുക. അപ്പോൾ വെളിച്ചമില്ലാതല്ല, വെളിച്ചം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ വെളിച്ചം മൊമെൻ്ററി ആണ്. ഇത് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിൻ്റെ ഇരുട്ടവിടെ പടർന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ലിമിറ്റഡ് റിസോഴ്സിൽ നമ്മൾ വലിയ സ്വപ്നങ്ങളിലേക്ക് ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അപകടമാണ്. ഇല്ലെങ്കിൽ വലിയ റിസോഴ്സിൽ പോലും അത് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഈ ഹാപ്പിനെസ് കില്ല് ചെയ്യുന്നത്. ഇത് ഞാൻ സിബി പറഞ്ഞ പോയിന്റിലേക്ക് പറഞ്ഞതാണ്. മറ്റയാളുടെ ചോദ്യത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗമാണുള്ളത്. കാരണം ഈ ഡയറക്ടർക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മീതെ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മീതെയാണോ ഡെലിവറി ചെയ്തതിൽ നിന്ന് ഈ ഒരു പ്രൊഫഷണലിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ടർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പലപ്പോഴും ഈ ഡയറക്ടേഴ്സിൻ്റെ വരികളിൽ നമ്മളൊക്കെ കേൾക്കാറുള്ളൊരു കാര്യം ഇതല്ല എനിക്ക് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഉടനെ പ്രൊഫഷണൽ വെയിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ എങ്ങനെ ഉദ്ദേശം ഇതല്ല എനിക്ക് വേണ്ടതെന്ന് നിങ്ങൾ പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ വേണ്ടത് എന്നുള്ളത് ഈ പറയുന്ന പ്രൊഫഷണലിന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളും ബ്ലൈൻഡായിട്ട് അടുത്ത എന്തൊരു വേർഷൻ വെച്ചു, അയ്യോ ഇതല്ല എനിക്ക് വേണ്ടത്. ഇങ്ങനെ പോയാൽ ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിൽ കാണാൻ കഴിയുന്ന, അതറിയാൻ കഴിയുന്ന, അറിഞ്ഞ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കൂടെയുള്ള ടീമിനോട്, ഞാൻ നേരത്തെ പറഞ്ഞ ഷെയർഡ് വിഷൻ എന്ന് പറഞ്ഞതാണ്, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ നല്ല ഡയറക്ടറായിട്ട് കാണുന്നത്. ആ ഡയറക്ടർ ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നിരന്തരമായിട്ട് ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കും. അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രൊഫഷണലിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നൊരു ആവേശം ഉണ്ടാകുന്നത്. അവർ പാക്കപ്പ് പാർട്ടിക്കും സന്തോഷത്തിൽ തന്നെയായിരിക്കും, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും സന്തോഷത്തിൽ തന്നെയായിരിക്കും, പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോഴും ആ സന്തോഷം ഇരട്ടിക്കുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിങ്ങനൊരു പ്രോസസ്സുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പ്ലാനിങ് സ്റ്റേജ് തൊട്ട് തന്നെ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ആദ്യം ഈ ഡയറക്ടർ ഇവോൾവ് ചെയ്യണം, കാരണം അവിടെ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസ് നിലനിൽക്കുകയും ചെയ്യും, മൾട്ടിപ്ലൈയും ചെയ്യും. ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ടറി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനല്ല നമ്മളൊരു സിനിമ ചെയ്യുന്നത്, ഒരു ഡിലൈറ്റ്ഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ഡിലൈറ്റ്ഫുൾ പ്രൊഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്നൊരു വാചകം ആലോചിക്കും. ഇൻഡസ്ട്രിയിൽ നിന്ന് കേട്ട ഒരു ലൈനാണ്, നിയോയിലെ പിള്ളേർ പെരുമാറാൻ കൊള്ളാം. അതൊരു നല്ല ലൈനായിട്ട് തോന്നി എനിക്ക്, ഉപയോഗിക്കാവുന്ന ഒരു പി ലൈനാണ്. അപ്പം ഞാൻ അതിനെ പെട്ടെന്ന് അതൊരു പി ലൈനാണല്ലോ എന്ന്. പി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ എവല്യൂഷൻ ലൈൻ. പി ലൈൻ. അപ്പോൾ നമ്മളതൊരു നിയോയിൽ അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാണ് പി. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ക്രിയേറ്റീവ് ഹാപ്പിനെസ്സുമായിട്ട് അതിനെനിക്ക് കണക്ട് ചെയ്യാൻ തോന്നി. കാരണം നമ്മളിവിടെ നിയോയിൽ പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് എപ്പോഴും ഒരുപാട് ക്ലാരിറ്റികൾ ആവശ്യമുണ്ട്. എല്ലാവർക്കും ക്ലാരിറ്റികൾ ആവശ്യമുണ്ട്. ആ ക്ലാരിറ്റികൾ കൊടുക്കൽ
ഒരു വലിയ ഒരു പരിപാടിയായിട്ട് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാന ഡിവിഷൻ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഈ വിഷൻ്റെ ഒരു കൂടാണ്, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ അയാളൊരു കൂടാണ്, അയാൾ അതിൻ്റെ ഡിസൈനിൻ്റെ ഒരാളാണ്, ക്രിയേറ്റിവിറ്റിയുടെ എസ്തെറ്റിക്സിൻ്റെ ഒക്കെ ആളാണ്. അങ്ങനെ അയാൾക്ക് സിനിമാറ്റോഗ്രാഫർ ആവാൻ പറ്റുമോ, അയാൾക്ക് ഡയറക്ടർ ആവാൻ പറ്റുമോ എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ പറയും ഇല്ല, അതൊരു 30% പരിപാടിയാണ്. അതായത് എല്ലാം കൂടെ നിങ്ങൾ ഈ 100% സിനിമയിൽ ഒരു 30%ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ അപ്ലൈ ചെയ്യേണ്ടതിന്റെ ആവശ്യം വരുന്നത്. ഈ ടെക്നോളജിയും എസ്തെറ്റിക്സും നമ്മുടെ വിഷനും കഥയും എല്ലാം കൂടെ ചേർന്ന് 30%. അതെ, 30%. പിന്നെ ഒരു 30% അതിന്റെ ഇംപ്ലിമെന്റേഷനാണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പ്രീഫിക്സ്ഡ് ടൈമിൽ, പ്രീഫിക്സ്ഡ് ബഡ്ജറ്റിൽ, പ്രീഫിക്സ്ഡ് ക്വാളിറ്റിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണ്. അവിടെ ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അവിടെ ഒരു ലീഡർഷിപ്പ് ഉണ്ട്, ടീമിനെ മൊത്തം. അതായത് നമുക്കിപ്പോൾ ഒരു സിസ്റ്റത്തെ പറ്റി അറിയണം, ഒരു സിസ്റ്റമിക് ഇന്റലിജൻസ് വേണം, കൊളാബറേറ്റ് ചെയ്യാൻ അറിയണം, കൊളാബറേറ്റീവ് ഇന്റലിജൻസ് വേണം, പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയണം. അതായത് 25 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 50 ദിവസം കൊണ്ട് ഈ സിനിമ തീർക്കാൻ പറ്റും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയണം. ആ ഡിസൈഡ് ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്ന് പറയാനറിയാം. ഈ പറയാൻ അറിയലിലാണ് ഈ പറഞ്ഞ സ്ട്രെസ് കുറയുന്നതും സ്ട്രെസ്സിന് സമാധാനത്തിന്റെ നോർമൽ പൊസിഷനിലേക്ക്. ഉറപ്പായിട്ടും. ഇനി ഇത് മതിയോ? പോരാ, അപ്പോഴും 30 ആയുള്ളൂ. ഇനി ഒരു വലിയ ശതമാനം PE ആണ്. ഈ പേഴ്സണൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലാണ്. അവിടെയാണ് ഈ ക്രിയേറ്റീവ് ഹാപ്പിനെസിന്റെ പൊസിഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്. പെരുമാറാൻ അറിയാം. നിയോയിലെ പിള്ളേർക്ക് ഈ പെരുമാറാൻ അറിയാത്ത ഡയറക്ടർമാരും പെരുമാറാൻ അറിയാത്ത സിനിമാറ്റോഗ്രാഫർമാരും ഭരിച്ച ഒരു സ്ഥലമാണ് കേരളം. മലയാള സിനിമ ഭരിച്ചു മരിച്ച ഒരു സ്ഥലമാണ്. എനിക്കറിയാം, എൻ്റെ ഗുരുനാഥനായിരുന്ന സാറ് മറ്റൊരു കേരളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാറ്റോഗ്രാഫർ, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പം നമ്മളെ ഒന്നും അങ്ങനെ വിളിക്കുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞിട്ട് മറുപടി ഉണ്ട്, എങ്ങനെ വിളിക്കുക, എന്നെ എന്തോരം തെറി പറഞ്ഞിരിക്കണം ഞാൻ അസോസിയേറ്റ് ആയിരിക്കണ കാലത്ത്. ഇത് ഈ തെറികളുടെ എന്താ പറയുക, ചീത്തകളുടെയൊക്കെ ഈ ഒരു ഇൻസെക്യൂരിറ്റിയിലാണ് രണ്ടാം നിര ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തിരുന്നത്. അത് ഇന്ന് നമ്മളൊരു പേഴ്സണൽ എവല്യൂഷൻ്റെ, നമ്മൾ സ്ക്രീൻ ചെയ്യുന്നില്ല എന്ന എവല്യൂഷനിലേക്ക് എത്തുക എന്നതാണ് തോന്നുന്നത്. ഞാൻ ഈ സിബി സ്ക്രീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു പേഴ്സണൽ എവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ് പോസ്റ്ററായിട്ട് ഞാൻ തന്നെ പെയിൻറ് ചെയ്ത് വെച്ച ആ പോസ്റ്ററിനെ കുറിച്ചാണ് സിബി പറഞ്ഞത്. അതായത് വി ഡോണ്ട് സ്ക്രീം അറ്റ് പ്രോബ്ലംസ്, വി ഡോണ്ട് ഷൗട്ട് ഓർ സ്ക്രീം അറ്റ് പ്രോബ്ലംസ്, വി ജസ്റ്റ് ഡിസോൾവ് ദം വിത്ത് ലവ്. അല്ലേ? ഓരോ പ്രോബ്ലത്തിൻ്റെ നേരെ പലപ്പോഴും എൻ്റെ ഒരു ഇൻകപ്പാസിറ്റിയിൽ നിന്നിട്ടാണ് ഞാൻ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഞാൻ ഷൗട്ട് ചെയ്യുന്നത്, ഞാൻ സ്ക്രീം ചെയ്യുന്നത്. എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗ്രേസ്ഫുള്ളി യു ക്യാൻ സോൾവ് ദാറ്റ് പ്രോബ്ലം, ഗ്രേസ്ഫുള്ളി യു ക്യാൻ ലീഡ് ദറ്റ് ടീം ടെല്ലിങ് ദം ഹൗ ടു സോൾവ് ഇറ്റ് വിത്ത് ലവ്. അല്ലാതെ ഇതൊരു അലറി വിളിച്ചത് കൊണ്ട്, അത് ഈ പേഴ്സണൽ എവല്യൂഷനിൽ വരുന്നതാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതായത് ആക്രോശങ്ങൾ കൊണ്ട് നമ്മളൊരു ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നത് ഈ എവല്യൂഷൻ്റെ ഒരു വളരെ ലോവർ ലെവലിലുള്ള അവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്നും ഒരുപക്ഷെ നാച്ചുറലി എവല്യൂഷൻ നടന്നിട്ടുണ്ടാവാം. ഇപ്പം നമ്മൾ പറയുന്നത് മാത്രമാവില്ല, എല്ലാ തരത്തിലുമുള്ളൊരു എവല്യൂഷൻ നടന്നിട്ടുമായിരിക്കാം ഇപ്പോൾ കുറേയൊക്കെ സമാധാനം വന്നു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ എനിക്കതിലൊരു ഒരു കുറയുണ്ട് കേട്ടോ. അതായത് പലപ്പോഴും പറയും, ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാലാണ് ആൾക്കാർ കേൾക്കുള്ളൂ, അങ്ങനെ ബഹളത്തിൽ പറഞ്ഞാലാണ്. എനിക്ക് തോന്നുന്നു സാറൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് അത് കേട്ട് കാണും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു പ്രാക്ടീസിങ് ഉണ്ടായിരുന്നു. എൻ്റെ താഴെയുള്ള ടീം അംഗങ്ങളോട് ഞാൻ സ്ക്രീം ചെയ്താൽ മാത്രമേ അവർക്കത് കറക്റ്റ് വെയിറ്റേജിൽ അവരുടെ തലയിലേക്ക് അത് കയറുള്ളൂ. അത് നമ്മളെ സ്പീഡ് അത് ചെയ്യാനായിട്ട് സേവ് ചെയ്യും, അതായത് സമയം സേവ് ചെയ്യും. അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ആണ് ഈ ഡ്രാമ അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്, അതായത് ആ പിരമിഡിൽ താഴെ നിൽക്കുന്നവരിൽ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, അതായത് ടാസ്ക് മാസ്റ്റേഴ്സ് വേണ്ടുന്ന മനുഷ്യരുണ്ട്. ഇവല്യൂഷൻ ലെവലിൻ്റെ താഴെ നിൽക്കുന്നവർക്ക് ആക്രോശങ്ങളെ കേൾക്കുകയുള്ളൂ, അതേ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇവോൾവ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് വരുമ്പോൾ
ഈ ആക്രോശങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഒരു ഇവോൾവ് കൺട്രിയിൽ നമ്മൾ ഇവിടെ കാണിക്കുന്നത് പോലെ ധർണയും കല്ലെടുത്തെറിയലും ലാത്തി ചാർജ് എന്നൊക്കെ പറയുന്നത് എന്തും മണ്ടത്തരമാണെന്ന് നമുക്ക് തോന്നാറില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടേബിളിലിരുന്ന് ഡിസ്കസ് ചെയ്ത് പോളിസി ഡിസൈഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതിന് പകരം ഈ ഒരു ബാർബേറിയൻ കാടൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇവോൾവ് ചെയ്യാത്ത മനുഷ്യരുടെ പ്രശ്നമാണത്. അത് അപ്പോൾ അത്തരക്കാരോട് ചിലപ്പോൾ ആക്രോശം തന്നെ നടന്നിരുന്നുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു അതൊരു വേറൊരു വലിയൊരു ചലഞ്ചും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതൊരു നമ്മുടെ പാലക്കാട് കോട്ടയില്ലേ, അതിന് ചുറ്റും ഒരു കിടങ്ങില്ലേ, അങ്ങനെ ഒരു കിടങ്ങുണ്ട് സിനിമയുടെ ചുറ്റും. അപ്പൊ പലപ്പോഴും ഈ കിടങ്ങ് ചാടി കടക്കാൻ പറ്റിയവന് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്, അല്ലാതെ ക്രിയേറ്റീവ് ബ്രെയിൻസ് ആവണമെന്നില്ല. വെരി ട്രൂ, വെരി ട്രൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഒരു bridge the gap between yourself and the industry with self-esteem എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ നിയോയൊക്കെ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജിങ് പ്രോസസ്സ് അതാണ്. അതായത് നിങ്ങൾക്ക് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ഈ കിടങ്ങ് ചാടിക്കടക്കാതെ കൃത്യമായിട്ട് പാലത്തിലൂടെ നടന്ന്, കാരണം ഈ ചാടിക്കടക്കുന്നിടത്ത് തലതല്ലി വീഴലും കിടങ്ങിൽ വീഴലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതല്ലാതെ കൃത്യമായിട്ട് ബ്രിഡ്ജിലൂടെ കടക്കാൻ പറ്റുമെങ്കിൽ ഈ ഇവോൾവ് ആയിട്ടുള്ള മനുഷ്യർക്കും അതിലൂടെ കടന്നു വരാൻ പറ്റും. അപ്പോൾ സിബി പറഞ്ഞതുപോലെ ആ ടെറിട്ടറിയുടെ ഉള്ളിലേക്ക് കൂടുതൽ ഇവോൾവ് ആയിട്ടുള്ള മനുഷ്യർ എത്തിച്ചേരാൻ അത് സഹായിക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ ഒരു കൂടുതൽ ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാവാനും കൂടുതൽ വലിയ ബിസിനസ് മോഡലുകൾ ഉണ്ടാവാനും സിനിമയിൽ നിന്നുള്ള ബിസിനസ് മോഡലുകൾ ഉണ്ടാവാനും പുതിയ തരം കഥകൾ പറയാനും ഒക്കെ ഒരു കാരണമായേക്കും. അതിനെ ആയിരിക്കും നമ്മൾ ഈ ഫാപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഫിലിം ആസ് എ പ്രൊഫഷൻ എന്ന് ഉറപ്പായിട്ടും. ഫിലിം ആസ് എ പ്രൊഫഷൻ എന്നതും നമ്മൾ ഈ പറയുന്ന കൊളാബറേറ്റീവ് ഇൻ്റലിജൻസും അതാണ്. അതായത് ഹൗ ടു കൊളാബറേറ്റ് വിത്ത് എ പേഴ്സൺ. ഒരു സമാധാനപൂർണ്ണം ഈ പെരുമാറാൻ അറിയുക എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ഇൻ്റലിജൻസാണ്. അതായത് നമുക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടാവാം, അതൊരു എഗ്രഷൻ ഇല്ലാതെ അസേർട്ട് ചെയ്തിട്ടത് നമുക്ക് നമ്മളുടെ ഒരു വിഷനിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്ന് പറയുന്നൊരു സ്പേസാണത്. അത് ഉറപ്പായിട്ടും അതിൽ കോച്ച് ചെയ്യുന്നതോടുകൂടി തന്നെ ലേണിംഗ് ബിക്കം സോ ഈസി. കാരണം വെച്ചാൽ പലരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ നോളജും എക്വയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് എ വെരി വലിയൊരു കാര്യമാണ് നിയോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ജയൻ ചേട്ടൻ അത് ഡിസൈൻ ചെയ്ത മോഡലും അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവും ഒക്കെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇറക്കാം. എനിക്ക് 6 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ് റിഗാർഡിംഗ് പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ്. ഈസ് ദാറ്റ് സംതിങ് വിച്ച് ഈസ് അക്വയർഡ് ഓവർ ടൈം ഓർ എ ബിൽഡ് സ്കിൽ ത്രൂ കോഴ്സസ് ഇൻ ഫിലിം സ്കൂൾ? അതിൽ ഒന്നാമതെടുത്ത് മാറ്റേണ്ടത് ഫിലിം സ്കൂളിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല. എല്ലാ സ്കൂളിങ്ങിലും പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് തന്നെയാണ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസിനെ കുറച്ചും കൂടി സാധാരണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ whenever you say the word will, WILL എന്ന് പറഞ്ഞാൽ I will come there at 4 o'clock എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് ആണ്. ഞാൻ 4 മണിക്ക് അവിടെ വരും അല്ലെങ്കിൽ ഞാൻ 4 മണിക്ക് അവിടെ വരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് ആണ്. യു ആർ പ്രെഡിക്റ്റിംഗ് ദാറ്റ് യു വിൽ റീച്ച് ദർ. അപ്പോൾ ഇത് ഞാൻ 4 മണിക്ക് തന്നെ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഉണ്ടാവണം. ഇപ്പോൾ ഗൂഗിളിൽ മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോയാൽ ഇത്ര മണിക്ക് അവിടെ എത്തും, കാറിൽ പോയാൽ ഇത്ര മണിക്ക് എത്തും, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ സിസ്റ്റമിനെ മനസ്സിലാക്കാനുള്ള പല ടൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ സിസ്റ്റം അറിയാതെ നമ്മൾ 4 മണിക്ക് അവിടെ എത്താം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് സിസ്റ്റമിക് ഇൻ്റലിജൻസ് ആവശ്യമുണ്ട്. ഈ സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിലെ എല്ലാ ഫാക്ടേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടാവേണ്ടതുണ്ട്. ദിസ് ഇസ് ഹൗ ദാറ്റ് കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ്, സിസ്റ്റമിക് ഇൻ്റലിജൻസ് ആൻഡ് പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് ഫങ്ഷൻ. അപ്പോൾ എനി സ്കൂളിംഗ്, അത് 1ാം ക്ലാസ് തൊട്ടായാലും 2ാം ക്ലാസ് തൊട്ടായാലും ഒക്കെ ഈ പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഉണ്ടാവുകയും കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്കൂളിങ്ങും. ഉറപ്പായിട്ടും ഇതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഓവർ എ ടൈം. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ.
ബട്ട് എഡ്യൂക്കേഷൻ ഈസ് സപ്പോസ് ടു കംപ്രസ് ദാറ്റ് ടൈം. ഇപ്പം നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ട്രയൽ ആൻഡ് എററിൽ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് 5 കൊല്ലം പിടിക്കുമെങ്കിൽ എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ വിതിൻ 2 years. ആൻഡ് ഫ്രം 3rd year ഓൺവേർഡ്സ് യുവർ പ്രഡിക്ഷൻസ് ഷുഡ് ബി റൈറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സീൻ ലൈറ്റപ്പ് ചെയ്യാൻ 1/2 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റണം. അപ്പോൾ ആ 1/2 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ട്രാക്ക് ലേ ചെയ്യാൻ 20 മിനിറ്റ് പിടിക്കും, ഇത് ലൈറ്റപ്പ് ചെയ്യാൻ എത്ര സമയം പിടിക്കും എന്ന് പറയുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും കണക്കാക്കിയിട്ടുള്ള സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ 1/2 മണിക്കൂർ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28ാമത്തെ മിനിറ്റിൽ ഡയറക്ടർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ദി ഷോട്ട് ഷുഡ് ബി റെഡി. അതേസമയം 1/2 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു 45 മിനിറ്റ് ആയല്ലോ 50 മിനിറ്റ് ആയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രൊഡക്റ്റീവ് ഇൻ്റലിജൻസ് അവിടെ വർക്ക് ചെയ്തിട്ടില്ല, അയാൾക്ക് അതിനുള്ള സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഇല്ല. അപ്പോൾ അയാൾ എക്സ്ക്യൂസുകളായിട്ട് വരുന്നത് പലപ്പോഴും ഈ ലാക്ക് ഓഫ് സിസ്റ്റമിക് ഇൻ്റലിജൻസ് ആയിരിക്കും. അല്ല, ഞാൻ വിചാരിച്ചു അവർ 20 മിനിറ്റ് കൊണ്ട്, അവർ 20 മിനിറ്റ് കൊണ്ട് ഇടില്ലല്ലോ, അത് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതല്ലേ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ലേ, അതായത് ഇത് 1/2 മണിക്കൂർ പിടിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. സോ ദിസ് ഈസ് നത്തിങ് സ്പെസിഫിക് അബൌട്ട് എ ഫിലിം ഓർ എ ഫിലിം സ്കൂൾ. ദിസ് ഈസ് അബൌട്ട് യുവർ ലൈഫ്. ആൻഡ് എവറി സ്കൂളിംഗ് ഈസ് ടു ബിൽഡ് ദിസ് കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് thereby സിസ്റ്റമിക് ഇൻ്റലിജൻസ് ആൻഡ് thereby പ്രൊഡക്റ്റീവ് ഇൻ്റലിജൻസ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്, അടുത്ത മണിക്കൂർ എന്തായിരിക്കുമെന്നും അടുത്ത വർഷം എന്തായിരിക്കുമെന്നും അടുത്ത 3 വർഷത്തിൽ എന്ത് സംഭവിക്കുമെന്നും ഒക്കെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഈ പ്രൊഡക്റ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു സിനിമയ്ക്ക് വേണ്ടുന്ന പ്രത്യേക ടൂളല്ല. എനിക്കൊരു എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചാർട്ടിങ് ആയിരുന്നു. കാരണം ഏതൊക്കെയോ മനുഷ്യർ, നമ്മുടെ സീനിയേഴ്സ് ആയിരുന്ന ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ ഇരുന്നിട്ട് ദേ പ്ലാൻ ഇറ്റ് ഫോർ 60 days, ഡേ ബൈ ഡേ, ഓൾമോസ്റ്റ് അവർ ബൈ അവർ ഒരു പ്ലാൻ ചെയ്യാണ്. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് മാത്രമല്ല സിനിമയിൽ നടക്കുന്നത്. സിനിമയിൽ പലപ്പോഴും ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഈ ലൊക്കേഷനിൽ ആദ്യം ഏത് തീർക്കാൻ പറ്റും, ആ ലൊക്കേഷനിൽ തന്നെ വെയിലുള്ളപ്പോൾ ഏത് തീർക്കാൻ പറ്റും, വെയിലില്ലാത്തപ്പോൾ അകത്തേക്ക് കയറേണ്ടത് എപ്പോഴാണ്, ഇരുട്ടിൽ ലൈറ്റപ്പ് ചെയ്യേണ്ടത് എപ്പോഴാണ്, തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുടെ തീരുമാനം. ഒപ്പം ചില എക്യുപ്മെന്റ്സ്. അന്നൊക്കെ ജിബ് എന്നൊക്കെ പറയുന്നത് ഒരു റയർ കമ്മോഡിറ്റി, വൻ സംഭവമായിരുന്നു. അപ്പോൾ ഒരു ജിബ് ഒരു ദിവസം വന്നാൽ 4 ലൊക്കേഷൻസിന്റെ എക്സ്റ്റീരിയർ ഷോട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ കാലത്ത് അന്ന് അതുമായി ഓടുകയായി. കാലത്ത് ഒരു ഷോട്ട് എടുത്തു, ഉച്ചയ്ക്ക് ടോപ്പ് ലൈറ്റിൽ പുറത്ത് എടുക്കാൻ പറ്റില്ല, അപ്പോൾ വേറെ എവിടെ പോയി എടുത്തു. വൈകുന്നേരം മറ്റേ വീടിന്റെ നായകന്റെ വീടിന്റെ പുറത്തുള്ള ഷോട്ട് എടുക്കണം. 2 പള്ളി എടുക്കാനുണ്ട്, കാരണം സണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതിന് മുഴുവൻ ജിബ് ഓടിയെത്തണം. 2 ദിവസമാണ് ജിബ് ഉള്ളത്. ഈ യാത്ര ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ചാർട്ടിങ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എങ്ങനെ ഇത് ഒരു മനുഷ്യർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഞാൻ നിയോ ഫിലിം സ്കൂളിൻ്റെ സ്കൂൾ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ, അതിനു മുമ്പുള്ള ഈ ഘട്ടങ്ങളിലെല്ലാം ഞാനും ഈ ചാർട്ടിൻ്റെ ഭാഗമാവുകയും വലിയ സിനിമകൾ ചാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രൊഡിക്റ്റീവ് ഇൻ്റലിജൻസ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ പ്രൊഡിക്റ്റീവ് ഇൻ്റലിജൻസ് പഠിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടത് വളരെ മൈക്രോ ലെവലിലുള്ള ഒരു കാഴ്ചയാണ്. എവിടെ നിന്നാണ് നമ്മൾ ഞാനത് ചെയ്യാറുള്ളത് ഒരു വിഷ്വലൈസ്ഡ് കാഴ്ചയിലാണ്. കാലത്ത് എണീക്കുമ്പോൾ ഞാൻ ഉണർന്ന് ഇത്ര സമയം കൊണ്ട് കുളിച്ച്, ഇത്ര സമയം കൊണ്ട് പുറത്തിറങ്ങി, ഇത്ര സമയം കൊണ്ട് ലൊക്കേഷൻ, ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് അപ്പോൾ ചില കൺഫ്യൂഷൻസ് വരും. ഇപ്പോൾ ആദ്യത്തെ ലൈറ്റപ്പ് ചെയ്യാൻ എക്സ്റ്റീരിയർ ഒരു സിനിമാറ്റോഗ്രാഫർ എത്ര സമയം എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ എടുക്കുന്ന സമയമായിരിക്കില്ല മറ്റൊരു സിനിമാറ്റോഗ്രാഫർ. ആർട്ട് സെറ്റപ്പ് കൂടുതലുള്ള ഒരു സെറ്റപ്പിൽ എന്തായിരിക്കും അവർ എത്ര, അപ്പോൾ ഏകദേശം നമ്മളൊരു സമയം, അപ്പോൾ അതിനിപ്പോൾ ഒരു മണിക്കൂറാണ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ, ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓരോ സിനിമയിൽ ഒരു സീൻ, ആ സീൻ എത്ര ഷോട്ട് ഉണ്ട്, അപ്പോൾ അതിൽ 20 ഷോട്ട് ഉണ്ട് അല്ലെങ്കിൽ 15 ഷോട്ട് ഉണ്ട്. ഓരോ ഷോട്ടിന് എത്ര സെക്കൻഡ് ഉണ്ട്, അപ്പോൾ 15 സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ 3 സെക്കൻഡിൻ്റെ 2 സെക്കൻഡിൻ്റെ 20 ഷോട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ലെങ്ത്തിലാണ് ഒരു സീൻ ഉണ്ടാവുന്നത്. ആ സീൻ എത്ര പേജിലാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ അത് 3 പേജിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 പേജിൻ്റെ ഒരു സീൻ ചെയ്യാൻ ഏകദേശം എത്ര സമയം വേണം, അപ്പോൾ 15 ഷോട്ട്, ഒരു ഷോട്ടിന് 20 സെക്കൻഡ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റിന് എന്ത് വേണം,
ഈ ലൈറ്റുകൾ അഴിക്കണം, ലൈറ്റുകൾ എടുത്തു വെക്കണം, പാക്ക് ചെയ്യണം, കെട്ടണം, ഡ്രൈവ് ചെയ്യണം, അപ്പുറത്തെ സ്ഥലത്ത് പോകണം, ഇറക്കണം, ഇതിനൊക്കെ കൂടുതൽ സമയം. ഈ കാൽക്കുലേഷൻസ് ആണ് ഈ പ്രെഡിക്റ്റീവ്. അപ്പോൾ പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് മഹേഷ് പറഞ്ഞ പോലെ, മഹേഷിൻ്റെ ഫാദർ പറഞ്ഞ പോലെ പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് പഠിക്കാൻ പറ്റൂടാ. പഠിപ്പിക്കാനും പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ തന്നെ അത് ആൾ പഠിപ്പിക്കുന്നുണ്ട്. ആൾ പഠിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ആളുമായിട്ടുള്ള സംസാരത്തിന് ശേഷം ഡയറക്റ്റ്ലി മഹേഷ് പോയിട്ട് അതുപോലുള്ളൊരു ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അപ്പൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്നത് എപ്പോഴും ബോർഡും പാനും വെച്ചിട്ട് പഠിപ്പിക്കണം എന്നില്ല. അപ്പോൾ ഈ പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് കരിക്കുലം ഡിസൈനിങ് ഇതാണ്. ഈ 18 മാസത്തെ കരിക്കുലം എന്ന് പറയുന്ന നമ്മുടെ സ്പൈറൽ ബൈൻഡ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ എക്യുപ്മെൻറ്റ്സ് ഏത് ഉപയോഗിക്കണം, ക്ലാസ് എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കിന് ഗ്രൂപ്പ് എക്സസൈസ് വേണം, ഏതൊക്കെ ടോപ്പിക്കിന് ഇൻഡിവിജ്വൽ എക്സസൈസ് വേണം, ഏതൊക്കെ ടോപ്പിക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 10 മണിക്ക് അവസാനിക്കണം എന്ന് പറയുന്ന കരിക്കുലം ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ ജൂലൈ 23 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജൂൺ 16 കഴിഞ്ഞ് പിന്നത്തെ 6 മാസം കഴിഞ്ഞിട്ടുള്ള ജനുവരി 16 നിങ്ങൾ സിനിമാറ്റോഗ്രാഫറായിട്ട് പാസ് ഔട്ട് ആകും എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ഇൻ്റലിജൻസാണ്. നമ്മുടെ സിസ്റ്റമിക് ഇൻ്റലിജൻസിൽ നിന്ന് ഉരുവായിട്ടുള്ള പ്രൊഡക്റ്റീവ് ഇൻ്റലിജൻസാണ്. അപ്പോൾ ഇതൊരു എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജനറിക്കായിട്ട് വേണം അതിനെ നോക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു സിനിമ എന്നത് ഏതോ ഒരു വിഷൻ്റെയും കുറച്ച് കഥയുടെയും കഥയിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തിയില്ലേ, സിനിമയുടെ പ്രാക്ടിക്കലി അതിൻ്റെ ഒരു റിയാലിറ്റിയിൽ എത്തുക എന്നുള്ളതാണ്. ഈ റിയാലിറ്റി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും പരിശീലിപ്പിക്കുക. കാരണം അത് ശീലമാവണം. പരിശീലനം എന്ന് പറയുന്നത് പരി പ്ലസ് ശീലമാണല്ലോ. അപ്പോൾ അത് ശീലമാവുന്നതോടുകൂടി ഇറ്റ് കംസ് ആസ് എ റിഫ്ലക്സ്. അത് അനായാസമായിട്ട് ചെയ്തു പോകും. അല്ലാതെ ഒരു ഭാരപ്പെട്ട പണിയല്ല അത് ഉറപ്പായിട്ടും. During the earlier times, the fourth question, during the earlier times before 2000 or in FTII, Pune Film and Television Institute, why did the government decide to invest such a heavy amount on individuals? What was the purpose? That was a brilliant question. അതിന് കൃത്യമായ റീസണും ഉത്തരവും ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ സൈസ് നോക്കുകയാണെങ്കിൽ, ദി നമ്പർ ഓഫ് ഫിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിബി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്ര സിനിമയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ 2026 1600ഓളം 1500 1700 സിനിമകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയുമാണ്. കമ്പയറിംഗ് വിത്ത് ഹോളിവുഡ് എത്രയായിരിക്കും? ഹോളിവുഡിൽ ഏകദേശം 800 മുതൽ 900 സിനിമകളാണ് ഒരു വർഷം ഉണ്ടാവുന്നത്. ഇവിടെ അത് ചില വർഷങ്ങളിൽ 2000 വരെ എത്തിയിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ പമ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ നമ്പർ ഓഫ് സിനിമയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഇന്ത്യയാണ്. അതെ. അപ്പോൾ ഈ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റേ ലാർജസ്റ്റ് അയൺ മേക്കർ ഇൻ ദി വേൾഡ്, ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസർ ഇൻ ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യങ്ങളുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടോ നമ്മൾ ലാർജസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ ഇൻ ദി വേൾഡ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യ വാസ് ഓൾവേസ് ദി ലാർജസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ ഇൻ ദി വേൾഡ്. ആൻഡ് ഇപ്പോഴത്തെ ഒക്കെ ഒരു ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ ഇറ്റ് കംസ് ടു അറൗണ്ട് 12,000 crore ആണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ സൈസ്. ഫിലിം ഇൻഡസ്ട്രിയുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ റവന്യൂ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്ന നമ്പർ അതാണ്. 12,000 crore ആണ് ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രി സൈസ്. ആൻഡ് ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് 2000 അതൊരു 6,000 crore ആയിരുന്നു. അപ്പം ഇതിൽ നിന്ന് ഇക്കോണമിയിലേക്ക് കിട്ടുന്നൊരു റവന്യൂവും ടാക്സും ഇതിൻ്റെ മറ്റ് പല രീതിയിലുള്ള ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ആണ് ചില പ്രൊഡക്റ്റുകൾ എൻഡോഴ്സ് ചെയ്യുക, ചില പല രീതിയിലാണല്ലോ ഇതിൻ്റെ റവന്യൂ മോഡലുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിന് അതിനുള്ളൊരു ബെനിഫിറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയെ ബിൽഡ് ചെയ്യണമെങ്കിൽ അന്ന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമായിരുന്നു. യു ഷുഡ് ഹാവ് എ ഫിലിം പ്രൊഡക്ഷൻ ഫിലിം പ്രോസസ്സിംഗ് ലാബ്. അപ്പോൾ ഫിലിം പ്രോസസ്സിംഗ് ലാബ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ പ്രോസസ്സർ ഉണ്ടാവണം. ഈ ഫിലിം മുഴുവൻ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഫിലിം റോളുകൾ മുഴുവൻ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ വേറൊരു സെക്ഷൻ ഉണ്ടാവേണ്ടതുണ്ട്. ആൻഡ് ദി ഹോൾ എഡിറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വാസ് ഓൾസോ ബിഗ്.
അപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് അത് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അത്രയും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഒരു കമ്പനിക്കോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. സോ ദോസ് ഡേയ്സ് ഓൺലി ഗവൺമെൻറ് ക്യാൻ അഫോർഡ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് ഒരുപാട് ലാൻഡ് വേണം എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അത് ചെയ്തിരുന്നു. ആൻഡ് ഈവൻ സ്റ്റേറ്റ് ഗവൺമെൻറ് വാസ് ഗിവിങ് സ്കോളർഷിപ്സ്. Apart from spending all this money, they were also giving scholarships to build film professionals. അപ്പം അതിന് ശേഷം ഇപ്പോഴും ഈ പറയുന്ന പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാരൻസ് ആണെന്ന് മാത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതിന് ശേഷം ഇത്രയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അത്രത്തോളം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് കൂടുതൽ ഓപ്പൺ ആണ്. അപ്പം ഒരുപാട് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് വന്നു. ഇൻഡസ്ട്രി ഒരു ഫിലിം ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി. ക്രിയേറ്റീവ് എക്കോണമി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ക്രിയേറ്റീവ് എക്കോണമി എന്ന് പറയുന്നൊരു ഏരിയയിൽ GDPയും ഒക്കെ കണക്റ്റഡായിട്ട് ഇതൊരു പ്രൊഡക്റ്റായി. ഇപ്പോൾ ഈ പറയുന്ന ടെർമിനോളജിയൊക്കെ വന്നു തുടങ്ങി. അതായത് ഹൂ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫിലിംസ് ഇൻ ദി വേൾഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ക്രിയേറ്റീവ് എക്കോണമിയുടെ ചർച്ചയുടെ ടേബിളുകളിലൊക്കെ വന്നു തുടങ്ങി. സോ ദിസ് വാസ് ദ റീസൺ വൈ ഗവൺമെൻറ് ഹാഡ് ഇൻവെസ്റ്റഡ് സോ മച്ച് ഓഫ് മണി ഇൻ ദാറ്റ്, ബിക്കോസ് ഓൺലി ഗവൺമെൻറ് can afford to have it. Secondly, it was an industry which also paid back huge money to the treasury or to the government as entertainment tax. ഇപ്പോഴും നമ്മൾ ടാക്സിൻ്റെയൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ അറിയാലോ. എന്ന് പറഞ്ഞാൽ 33% നമ്മൾ ഓരോ പഞ്ചായത്തിനും ടാക്സ് കൊടുത്തിരുന്നു. നല്ല 2 തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിന് നല്ല റവന്യൂ ഉണ്ടാവും, മുനിസിപ്പാലിറ്റിക്ക് റവന്യൂ ഉണ്ടാവും, ഇന്ത്യ ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ഗവൺമെൻറ്റിന് ട്രബിളുള്ള കാര്യമല്ല. പക്ഷെ അത് പഠിക്കാൻ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഒരുപാട് പൈസ ചിലവാക്കിയാൽ മാത്രമേ ഒരു ഫിലിം റോൾ വർക്ക് ചെയ്യുള്ളൂ, ഒരു ഫിലിം റോൾ കത്തിത്തീരുള്ളൂ അല്ലേ? അത് പിന്നെ ഇപ്പോൾ കൊഡാക്കിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളതനുസരിച്ച് 400 ഫീറ്റിൻ്റെ ഒരു ക്യാനിന് അന്ന് കൊഡാക്ക് വിഷൻ 10,000 രൂപയാണുള്ളത്. റുപ്പീസ് 10,000 ആണ് ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം വിഷൻ 1 വന്നു, പിന്നെ വിഷൻ 2 വന്നു. അപ്പോൾ അത് 10,000 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന 400 അടി ഒരു 3.5 മിനിറ്റാണ് അതിൻ്റെ ലോഡിങ് എന്നൊക്കെയുള്ളൊരു സ്പേസ് വിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു 3.5 മിനിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള നെഗറ്റീവിനാണ് ഈ 10,000 രൂപ. ഇത് കഴിഞ്ഞത് പ്രോസസ്സ് ചെയ്യാൻ വേറെ ഫീസുണ്ട്. ആ പ്രോസസ്സിങ്ങിൽ ഒരു 20% വേസ്റ്റേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോയിന്റിൽ നിന്നിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇത് എന്തിനായിരുന്നു എന്നുള്ള സ്വാഭാവികമായ സംശയം ഉണ്ടാകാവുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. You talked about the power of decision making on that day in our last discussion. So when you say you should configure your brain to take maximum decisions, maximum number of decisions, what did he mean by that? That's the question. How to achieve that state, maximum number of decision making ആയി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് ശരിക്ക് ശീലം എന്നുള്ള വാക്കാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്. അപ്പോൾ നമ്മൾ ഈ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരറ്റം കയറി ഇറങ്ങി നിൽക്കില്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ആ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഇപ്രാവശ്യം തെറ്റ് പറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഈ ബട്ടണൊക്കെ ഇട്ടിട്ട് പുറത്തെത്തി കഴിയുമ്പോഴും ചേച്ചിയോ അമ്മയോ പറയാനുണ്ടാവും, നീ എന്നും തെറ്റിച്ചിട്ടാണല്ലോ ഇട്ടിരുന്നത്. അപ്പം നോക്കുമ്പോൾ ഇത് ഒരു സൈഡിൽ നിന്ന് പിന്നെ ഇറങ്ങി നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബട്ടൺസ് കറക്റ്റായിട്ട് ഇട്ട് ഇറങ്ങി തുടങ്ങിയത്. ഇന്ന് നിങ്ങൾ ബട്ടൺസ് ഇടുമ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇല്ല. അത് നാച്ചുറലി അവിടെ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളൊരു ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് പറഞ്ഞോണ്ട് ഇപ്പോൾ യമഹ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് താഴത്തേക്ക്, സെക്കൻഡ് മേലേക്ക്, അതിൻ്റെ ഇടയിൽ ന്യൂട്രൽ വരേണ്ടതെന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര കോൺഷ്യസ്ലി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ കയറി ഇരുന്നിട്ട് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവും. ഇത് നമുക്ക് ശീലമായി കഴിയുമ്പോൾ നമ്മൾ ഇഗ്നിഷൻ തിരിക്കുന്നതും സ്റ്റാർട്ടാവുന്നതും പോകുന്നതും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ആ മൈക്രോ മില്ലി സെക്കൻഡ്സിൽ ഇത്ര ഡിസിഷൻ, അപ്പോഴും ഡിസിഷൻ്റെ നമ്പർ സെയിം തന്നെയാണ്.
ഈ താക്കോല് തിരിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗിയർ ഡൗൺ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് അപ്പ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ടോപ്പിലെത്തിയത് ഈ പറഞ്ഞ ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ 4th ഗിയറിലെത്തിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ഡിസിഷൻസ് were സെയിം, ബട്ട് ദീസ് ഡിസിഷൻസ് were മെയ്ഡ് ഇൻ എ വെരി ഷോർട്ടർ ടൈം. അപ്പോൾ ഹാബിറ്റ്സ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യന് ഹാബിറ്റ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസം 10,000-കണക്കിന് തീരുമാനമെടുക്കുന്നുണ്ട്. ഈ 10,000-കണക്കിന് തീരുമാനമെടുക്കുന്നത് എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് കോൺഷ്യസ്ലി നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ശീലങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സബ് കോൺഷ്യസിലേക്ക് ഇതിനെ എന്താ പറയുക റെൻഡർ ചെയ്ത് ഇടുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ സെറ്റായിട്ട് ബൾക്കായിട്ട് ഈ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ പരിശീലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തരം ശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിനെ വിളിക്കുന്ന പേരാണ് പരിശീലനം എന്നുള്ളത്. ആക്ച്വലി പരിശീലനം എന്നതിന് ട്രെയിനിങ് എന്നാണ് ഇംഗ്ലീഷെങ്കിലും എനിക്കെപ്പോഴും ഇഷ്ടം അത് മേക്കിംഗ് ഹാബിറ്റ് എന്നാണ് അതിൻ്റെ ഒരു സംസ്കൃതത്തിനെ ബ്രേക്ക് ചെയ്താൽ കിട്ടുക. അപ്പോൾ ആ ശീലം ഉണ്ടാക്കിയെടുക്കാൻ യു നീഡ് ടു പ്രാക്ടീസ്. അപ്പം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇൻ്റലിജൻസും പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറയുന്ന സിസ്റ്റമിക് ഇൻ്റലിജൻസിലെ ഓരോ ഫാക്ടറിനെയും വെച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ന്യൂറോ സയൻസിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്കതിനെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറൽ വയറിങ് എന്നൊക്കെ പറയുന്ന പാത്വേകൾ ഉണ്ടാവുകയും ആ തീരുമാനങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൽ ചോദിച്ച പോലെ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതൊരു എക്വയർഡ് സ്കിൽ സെറ്റ് തന്നെയാണ്. അത് ഈ പറയുന്ന ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇറ്റ്സ് സയൻറ്റിഫിക്കലി പ്രൂവൺ. ആ ശീലങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിയോയിൽ നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കൽസ് ചെയ്യിക്കുന്നത്, എക്സസൈസ് ചെയ്യിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ തന്നെ സ്റ്റുഡൻസിൽ നമുക്കറിയാലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എക്സസൈസസ് ചെയ്ത് അവിടെ എത്തിയിട്ടുള്ള ഒരാൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സമാധാനപൂർവ്വം നേരത്തെ നമ്മൾ പറഞ്ഞ സ്ട്രെസ്സില്ലാതെ ക്രിയേറ്റീവ് ഹാപ്പിനെസ്സോടുകൂടി കൃത്യമായിട്ട് 2-ാം ദിവസം രാത്രി 9:30 എക്യുപ്മെൻറ്റ് കൊണ്ട് തിരിച്ചു തന്ന് പോകുമല്ലോ. അല്ലാത്തവർ പ്രശ്നങ്ങളായിട്ട് വരില്ലേ. ഇതിൻ്റെ റൂട്ട് കോസ് നോക്കിയാൽ എന്തായിരിക്കും? അവരുടെ എക്സസൈസ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ പല എക്സസൈസും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് തന്നെയാണ് ഈ ശീലങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ശീലങ്ങളാണ് ഈ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദറ്റ് പ്രോസസ് ഈസ് വെരി ക്ലിയർ. ഇറ്റ്സ് എ സയൻറ്റിഫിക്കലി ഡിഫൈൻഡ് പ്രോസസ്സ്. അപ്പോൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഈ ഫിലിം മേക്കിങ്ങിൻ്റെ കോഴ്സൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇതെന്തോ ഭയങ്കര അബ്സ്ട്രാക്റ്റ് പരിപാടി എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇതിനെ സമീപിച്ചിരുന്നത്. അങ്ങനെ എന്തോ ഒരു ഭയങ്കര മാജിക്കാണിത്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇമോഷണൽ സ്പേസിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എക്സ്പ്രഷനും ഇമോഷണൽ ഔട്ട്കമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി വേണം. ഡെഫിനറ്റ്ലി ക്രിയേറ്റിവിറ്റി വേണം. പക്ഷെ അതിൻ്റെ പേരിലല്ല ആളുകൾ ഈ ടെൻഷൻ അടിച്ചിരുന്നത് മുഴുവൻ. നേരത്തെ സിബി ചാർട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂട്ടിയൊരു തീരുമാനം എടുത്തത്, ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന അതിശയത്തിലായിരുന്നു ആൾ. സത്യത്തിൽ അത് കൃത്യമായിട്ട് പഠിച്ചെടുത്ത് പരിശീലിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു അതിശയത്തിനും കാര്യമില്ല. ഇറ്റ് ക്യാൻ ബി പ്രോപ്പർലി ടോട്ട് ആൻഡ് ലേൺഡ് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള പോലെ ക്യാൻ ഇറ്റ് ബി അക്വയർഡ്? ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ബി അക്വയർഡ്. ഇറ്റ് ക്യാൻ ബി പ്രാക്ടീസ്ഡ്. ഇറ്റ് ക്യാൻ ബി ടോട്ട് ഓൾസോ. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് പെരുന്നാൾക്കൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു കളിക്കോപ്പ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാട്ട പോലത്തെ ഒരു സാധനം, നമ്മളൊരു ഒരു വലിക്കുന്ന ലാസ്റ്റിക്, അതിനുള്ളിൽ ഒരു അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കും വിടാൻ പറ്റും. ടക്ക് 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 എന്ന് വിടാൻ പറ്റും, എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ സത്യത്തിൽ ഇവിടെ ഡിസിഷൻസിനെ ടക്ക് ടക്ക് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവരെ കൊണ്ട് എന്ന് വലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ നിയോയില് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ആദ്യമായിട്ട് നിയോയില് എന്താണ് കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരെപ്പോഴും എനിക്ക് ആക്ടിങ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡയറക്ഷൻ പഠിക്കണം, സിനിമാറ്റോഗ്രാഫി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ. അപ്പം നമ്മളിവിടെ ഞാൻ പറയാറുണ്ട്, ഇവിടെ അതൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതെന്താ അങ്ങനെ? ഇവിടെ പഠിപ്പിക്കുന്നില്ല ഒന്നും.
നിങ്ങളെ ഫിലിം മേക്കർ ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഫിലിം മേക്കിംഗ് പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ആക്ടിങ് പഠിപ്പിക്കുന്നില്ല. കാരണം ഇതൊരു ഇന്റലക്ച്വൽ പ്രോസസ്സേ അല്ല. ഇത് ഈ പറയുന്ന ഡിസിഷൻ മേക്കിങ്ങിന്റെ നമ്മുടെ സൈക്കിൾ ഔട്ട് പഠിക്കുന്ന പോലെ. ഞാൻ പറയും 10ൽ നിങ്ങൾ പഠിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ നീന്തൽ പഠിച്ച ഓർമ്മയുണ്ട്, സൈക്കിൾ ഔട്ട് പഠിച്ച ഓർമ്മയുണ്ട്, അതിനൊരു സൈക്കിൾ ബാലൻസ് വന്നിട്ടുണ്ട്. ഈ ബാലൻസുമായിട്ടാണ് നിങ്ങൾ ആക്ടിങ്ങിലേക്ക് പോകേണ്ടത്. ആക്ടിങ്ങിന് നമുക്ക് ഇവിടെ കൃത്യം പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്ഷന് ചെയ്യാനൊരു പ്രോസസ്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ടിക് 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 ഓരോ പ്രോസസ്സായിട്ട് വേണം നമ്മളിവിടെ സാക്സ് സ്റ്റുഡൻ്റ് അലോൺ എക്സസൈസിൽ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻസിൽ ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്ത് നിങ്ങൾക്കിത് ഒറ്റ വലിക്ക് വിടാനുള്ള ആ ന്യൂറോളജിക്കൽ സ്ട്രെങ്ത് കിട്ടും എന്നുള്ളതാണ് പിന്നെ നമ്മൾ അതിനെ ഐഡിയോളജിക്കലി ഡിഫൈൻ ചെയ്യുന്നത്. ഐഡിയോളജിക്കലി മാത്രമല്ല, പ്രാക്ടിക്കലി ഇറ്റ്സ് പ്രൂവൺ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരാൾ ഒരു 18 മാസം കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ അന്ന് അവന് അതിശയമുണ്ടാവും. കാരണം ഇപ്പോൾ ഈ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു ചെറിയ പേടി കൂടി അതിലുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 18 മാസം കഴിഞ്ഞ് പുറത്ത് കിടക്കുമ്പോൾ ഈ ആദ്യത്തെ 3 മാസത്തിലുണ്ടായിരുന്ന പേടി അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവില്ല. കാരണം അത് ഈ പ്രാക്ടീസിലൂടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ അതിനെ വളരെ ഇലാബറേറ്റ് ചെയ്ത് നമ്മളതിലേക്കൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി ക്ലിയർ ആൻഡ് എവിഡൻറ്റ്. അതിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ക്രിയേറ്റിംഗ് എ കരിക്കുലം ലൈക്ക് ദിസ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ ഒരു 18 വർഷമായി. അപ്പോൾ ഒരു പ്രായപൂർത്തിയാവുന്ന പ്രായമാണ് നിയോ എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക്. യുവാവിലേക്ക് ശരിക്കും കടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിയോ ഓരോ കാലഘട്ടങ്ങളിലും ഈ ഓരോ കാലത്തുള്ള കുട്ടികളെ ആലോചിച്ചിട്ടായിരിക്കും ഓരോ കരിക്കുലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജെൻസി കരിക്കുലമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജെൻ ആൽഫ കരിക്കുലം നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലേക്ക് പുതിയ ആൾ ജോയിൻ ചെയ്തു ഇന്ന്. എന്താ പറയുക, മൊമെന്റ് ഫോർ അസ്. ആദ്യത്തെ സ്റ്റുഡൻറ്റ് നിയോ ആൽഫ ഇൻക്യുബേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം ഈ പ്രോഗ്രാംസ് എല്ലാം കാലങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ഇതിങ്ങനെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നത്. ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് എന്ത് വേണം, അവരുടെ പെർസെപ്ഷൻ്റെ ക്വാളിറ്റി എന്താണ്, അവർ കാര്യങ്ങളെ കാണുന്ന ക്വാളിറ്റി എന്താണ്, ഇത് ഓരോ തലമുറയ്ക്കും ഇപ്പം മില്ലേനിയൽസിനായിരിക്കുന്നത് പോലെ ആയിരിക്കില്ല ജെൻ സിക്ക് വന്നത്. ജെൻ ആൽഫ വരുമ്പോഴേക്കും മറ്റൊരു പോരാത്തതിന് ഇപ്പോൾ ഒരു AI നേറ്റീവ്സ് വരികയാണ്. അടുത്ത ജെൻ ആൽഫ കഴിഞ്ഞ് ഇനി ജെൻ ബീറ്റയിലേക്ക് വരുമ്പോൾ നേറ്റീവ്സ് ആണ്, AI നേറ്റീവ്സ് ആണ്. നമ്മളിവിടെ AIയുടെ നെയിൽ എന്ന് പറയുന്ന AIയുടെ പ്രോഗ്രാം, AIയുടെ ലാബ് ആയിട്ടിപ്പോൾ എല്ലാ സത്യം പറഞ്ഞാൽ തുടങ്ങുന്ന സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഒരു ഇത്രയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ ഏരിയകളിലും AI നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. AI ഒരു പ്രത്യേകമായിട്ട് ഞങ്ങളിവിടെ AI പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും സുന്ദരമായ സാധനം ഇതിവിടെ അഡ്മിനിസ്ട്രേഷൻ മുതൽ ഇവിടുത്തെ ഏറ്റവും കോഴ്സുകൾ, എല്ലാ കോഴ്സുകളിലും അതിന് പറ്റുന്ന AI മോഡലുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു ഇവല്യൂഷൻ, ആ ട്രാൻസിഷൻ ഈ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ന്യൂറോളജിയിലേക്ക് ആണ് ഇത് എത്തിക്കേണ്ടത് എന്ന ഒരു മോഡലിലേക്ക് ഇത് എത്തുന്നുണ്ടല്ലോ കരിക്കുലം. That is really appreciable and it's really a contribution to the profession. അല്ല, അതിൽ എനിക്കും നല്ല ചരിതാർത്ഥ്യമുണ്ട്. എവിടെയൊക്കെയോ തുടങ്ങിയത്, കാരണം തുടങ്ങുമ്പോൾ നമുക്കതിലൊന്നും ഉറപ്പില്ലല്ലോ. ദർസ് എ വേർഡ് കോൾഡ് ടൈം പ്രൂവൺ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഇറ്റ്സ് എ ടൈം പ്രൂവൺ പ്രോസസ് വിച്ച് വി ആർ റണ്ണിങ് എന്നത് ഇന്ന് കോൺഫിഡൻ്റ്ലി പറയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അടുത്തൊരു ചോദ്യം, എനിക്ക് വേണം ഈ ചോദ്യത്തോട് കൂടിയിട്ട് ഇദ്ദേഹം ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. 6th question. As it was said that the more you are exposed in film schools, you will have a unique style. But my question is, how can be so sure that an individual's original style is what is coming out from him or her, rather than the question is just a collection of ideas from. എനിക്ക് മനസ്സിലായത്, ഞാൻ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് മനസ്സിലായത്, ഈ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അവനവൻ്റെ ഒരു യുണീക്ക് സ്റ്റൈലിലേക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അതൊരു കളക്ഷൻ ഓഫ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ യുണീക്ക് സ്റ്റൈലിൽ നിന്ന് ഞാൻ വഴുതി പോവുകയല്ലേ എന്നുള്ളൊരു സംശയമാണ് സൂചിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ തുടങ്ങുന്നത് ഭയങ്കര യുണീക്ക് സ്റ്റൈലാണെന്നുള്ളത്. ആക്ച്വലി എവറി ഡിസൈൻ ക്ലാസ് starts with this line. A design, when it is called new, that only means that your generation has not seen it. Maybe the design was there
ആൻഡ് എവ്രിതിങ് അണ്ടർ സൺ ഈസ് ആക്ച്വലി ഓൾഡ്. നമ്മുടെ ഒരു ജനറേഷൻ അത് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് വി കോൾ ഇറ്റ് ന്യൂ. ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി എ പ്രോപ്പർ സൈക്കിൾ. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഓരോ നമ്മൾ ബെൽ ബോട്ടം തൊട്ട് ഓരോ കാര്യവും പറയുമല്ലോ, ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ ഉണ്ടാവും, ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ടൈം ഉണ്ടാവും, ഇതൊരു കൺവെൻഷനായി മാറുന്നുണ്ടാവും, ഇതൊരു ട്രഡീഷനായി മാറും, ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് ഗോസ് ഔട്ട്. സോ എവറി ഡിസൈൻ ദി മൊമെൻറ്റ് ഇറ്റ് കംസ് ഇൻ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഗോയിങ് ഔട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ ഒറിജിനൽ എന്ന് പറയുന്നതും നമുക്ക് മുൻപേ ജീവിച്ച് മരിച്ചു പോയ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ കിടക്കുന്നുണ്ടാവും. അതിനൊക്കെ വെച്ച് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ യുണീക്കാണെന്ന് വിചാരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റൈലുകളും എല്ലാ മേക്കുകളും എല്ലാ ദേശത്തും കാലത്തും ഉണ്ടായിട്ടുള്ള സിനിമകളെയൊക്കെ നോക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ സ്റ്റൈൽ അതിൽ നിന്ന് ഇവോൾവ് ചെയ്യുക എന്നാണ് പറയുക. സോ ഫോർ എനി വൺ ദി സ്റ്റൈൽ ഷുഡ് ഇവോൾവ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഇത്രയും കാലം കൊണ്ട് ഇവോൾവ് ചെയ്തതായിരിക്കും. ഒരു പക്ഷേ ഞാൻ ഈ ഒരു പ്രോസസ്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. അപ്പം ഒരുപക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന എൻ്റെ സ്റ്റൈല് പിന്നെയും ഒരു പേഴ്സണൽ സ്റ്റൈൽ എന്നുള്ളത് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇവല്യൂഷനിൽ ദർ ആർ ലോട്ട് ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഇസ് ഗോയിങ് ടു ബി ആഡ് ഇൻ. അങ്ങനെയാണത് യുണീക്ക് സ്റ്റൈലാവുന്നത്. ഇപ്പോൾ എനിക്കുള്ള സ്റ്റൈല് എൻ്റെ ഇതുവരെയുള്ള ഇൻടേക്കുകൾ കൂടിച്ചേരുന്നൊരു സ്റ്റൈലാണ്. ഇതിന് ശേഷം ഇനിയും എത്രയോ എലമെൻറ്റ്സ് നമ്മളിൽ ഉൾച്ചേരുന്നുവോ ആ ഉൾച്ചേർന്നതെല്ലാം കൂടിയിട്ടുള്ളൊരു സ്റ്റൈൽ ഇവോൾവ് ചെയ്ത് വരുന്നതാണ് നമുക്കൊരു പക്ഷേ 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഡൈല്യൂട്ടഡ് ആവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ്. റാഷണലി അതിന് പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം, അയ്യോ ഇപ്പോൾ വേറെ ഒരുപാട് പേരുടെയൊക്കെ സ്റ്റൈല് കൂടിച്ചേർന്നിട്ട് എൻ്റെ സ്റ്റൈല് കണ്ടാമിനേറ്റഡ് ആവില്ല എന്നുള്ളത്. പക്ഷേ സ്റ്റൈൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരുപാട് ഫാക്ടേഴ്സും എലമെൻസും ഉൾച്ചേരുന്നതാണ്. അത് ഉൾച്ചേർന്നിട്ടാണ് ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാകുന്നത്. അപ്പം ഒരു ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ഡയറക്ടറുടെ കീഴിൽ നിന്ന് പഠിച്ചു വരുന്നതിനേക്കാൾ ദി ചാൻസസ് ആർ സഹപാഠികളിൽ നിന്ന്, മറ്റ് മാസ്റ്റേഴ്സിൻ്റെ സിനിമ കാണുന്നതിൽ നിന്ന്, ഫാക്കൽറ്റിയുടെ ചർച്ചകളിൽ നിന്ന് ഒരുപാട് സ്റ്റൈലുകളെക്കുറിച്ച് നമ്മൾ അറിയുകയും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ദിസ് വൺ സ്യൂട്ട്സ് മീ വെൽ എന്ന് പറഞ്ഞ് എൻ്റെ സ്റ്റൈൽ ഉണ്ടാക്കാനുള്ളൊരു യാത്ര പുറപ്പെടാനും കഴിയും. അല്ലാതെ ഒരു ഫിലിം സ്കൂൾ കഴിയുന്നതോടുകൂടി തന്നെ അയാളുടെ ഒരു സ്റ്റൈലൊന്നും രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 7 to 10 years അഗെയിൻ ടു ക്രിയേറ്റ് ഓർ ഇവോൾവ് ഇൻ ടു മൈ ഓൺ സ്റ്റൈൽ. അങ്ങനെയാണ് എല്ലാ ചരിത്രത്തിലും നമ്മൾ കാണുന്ന. ഇനിയിപ്പോൾ ഒരു ജീനിയസ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ തുടക്കം തന്നെ ഒരു സ്റ്റൈൽ ഉണ്ടായെന്ന് വരാം. ഐ എം ടോക്കിംഗ് അബൌട്ട് മേ ബി 85-90% ഓഫ് ദി പ്രൊഫഷണൽസ് ഹൂ ഹാവ് ലാൻഡഡ് വിത്ത് ദെയർ ഓൺ സ്റ്റൈൽ. സോ ദേ സ്റ്റാർട്ട് വിത്ത് മേ ബി റിപ്പീറ്റിംഗ് ഓർ സെയിം പലരുടെ രീതിയിൽ. ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഈ ഓരോരുത്തരുടെയും പെയിൻറ്റിങ്ങുകൾ വരച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിലേക്ക് കടക്കുന്നത്. ആൻഡ് ലേറ്റർ ഓൺ വി ഇവോൾവ് ഇൻ ടു അവർ ഓൺ സ്റ്റൈൽ എന്നുള്ളതാണ്. അതൊരു ജെനുവിൻ പ്രോസസ്സാണ്. അത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ചില സ്റ്റൈലുകളെ പിടിക്കാൻ നോക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇവൻ ആ മാസ്റ്ററെ പിടിക്കാൻ നോക്കുന്നതാണ് എന്നുള്ളത്. അല്ലാതെ വളരെ നാച്ചുറലി നമ്മൾ ലാൻഡ് ചെയ്യും നമ്മുടെ ഒരു സ്റ്റൈലിലേക്ക്. അതിലേക്ക് ഈ പറയുന്ന എല്ലാ സ്ഥലകാല ദേശങ്ങളിലൊക്കെ ഉള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പോഷർ ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ സ്റ്റൈല് എൻറിച്ച്ഡ് ആയിരിക്കും, യുണീക്കായിരിക്കും. ദിസ് ഈസ് വാട്ട് ഐ ട്രൈ ടു സേ. അതിൽ എനിക്കൊരു തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്, കൊച്ചിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ കുറേ പേര് പൂനെയിലെത്തുകയും പൂനെക്കാരായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടൊരു അഭിപ്രായം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടേതായ റീജിയണൽ സ്റ്റൈലുമായി വന്നവർ ചെന്നൈയിൽ നിന്ന് അവരുടെ സ്റ്റൈലും, ഹൈദരാബാദിൽ നിന്നും ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഓരോ ശൈലികളായി വന്നവർ തിരിച്ചു പോകുമ്പോൾ പൂനെയുടെ FTIയുടെ ഒരു ശൈലിയുമായി തിരിച്ചു പോകുന്നു. അത് അവരുടെ യുണീക്നെസ് കളയുന്നുണ്ടാവാം എന്നൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും കളയും. അപ്പം സത്യത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ അവെയറാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിയോ ഇതിൻ്റെ ഫിലിമിൻ്റെ ഫൈനൽ ഔട്ടിൽ കെയർ ചെയ്യുന്നേ ഇല്ല. കാരണം ഫൈനൽ ഔട്ടും അവൻ്റെ ശൈലികളും അവൻ്റെ സ്റ്റൈലുകളും അവൻ്റെ വിഷനും അവൻ്റെ ലോകത്തെ പറ്റിയുള്ള എങ്ങനെയാണ് ലോകം ഇതിനേക്കാൾ ഭംഗിയാവേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകളും അവൻ്റെ വിശ്വാസങ്ങളും ഒക്കെ വളർന്നു വരാനുള്ളതാണ്. അതാണ് കാരണം ഒരു ചെറുപ്പക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പം അവർ വളർന്നു വരുമ്പോൾ അത് പറയേണ്ടതാണ്. അപ്പോൾ അവരുടെ പുതിയ ശൈലികൾ ഉണ്ടാവട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റേഷൻ ക്രിയേറ്റീവ് ഹാപ്പിനെസ്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിയോ എന്ന് വന്ന പിള്ളേരാ അവർ പെരുമാറാൻ കൊള്ളാം എന്ന പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ഒരു കഥയെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ സയൻസ് ഓഫ് സ്റ്റോറി ടെല്ലിങ്, അതിന്റെ അല്ലെങ്കിൽ മോഷൻ പിക്ചർ സ്റ്റോറി ടെല്ലിങ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് അവരൊരു ഐഡിയ ആയിട്ട് വരുന്നവരായിരിക്കും. അവർക്ക് ആ ഐഡിയനെ പല ജോണറുകളിൽ, ഒരു ത്രില്ലറിന്റെ ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഒരു റോം കോമിന്റെ ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷന്റെ ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ ഫോർമാറ്റിൽ എങ്ങനെ റീറൈറ്റ് ചെയ്യാം ആ ഇവന്റിനെ, അത് എങ്ങനെ ഒരു മോഷൻ പിക്ചർ സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് പറിച്ചു നടാം. ഇങ്ങനെ തുടങ്ങിയ ബേസിക് വിഷ്വൽ ലാംഗ്വേജിന്റെ ഭാഷയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിലെ സ്റ്റൈലൈസേഷൻ എന്നതിന്റെ ഒരു മോഡൽ നമുക്കുണ്ട്, ഒരു മോഡ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഹാസ് ടു ബി കൺസിഡേർഡ് ഫ്രം ഹിസ് പെർസ്പെക്റ്റീവ്, നോട്ട് ബൈ അസ്. നമ്മൾ ആരും ഇൻസ്ട്രക്ട് ചെയ്യുന്നില്ല. അതാണ് സാധാരണ ആർട്ട് സ്കൂളുകളിൽ ഉണ്ടാകാറുള്ള ഒരു കുഴപ്പം. അത് കുഴപ്പം എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷേ എനിക്കത് ആ യുണീക്നെസ്സിനെ കില്ല് ചെയ്യുന്നത് ആർട്ടിനോടുള്ളൊരു സമീപനത്തിലുള്ളൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് 15 ഡിപ്ലോമ ഉണ്ടാവുന്നുണ്ടെങ്കിൽ 15ഉം 15 പോലെ ഇരിക്കണം. അതിൽ കോമഡി ഉണ്ടാവണം. അല്ലാതെ കോമഡി ചെയ്യുന്നവൻ മണ്ടനാണ്, ഭയങ്കര ഹെവി ഗ്രാവിറ്റി സംഗതി ചെയ്യുന്ന ആൾ ഭയങ്കര സംഭവം, ഹെവി ഗ്രാവിറ്റി സംഭവം ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ സ്പേസ് ഉണ്ട്, കോമഡി ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ സ്പേസ് ഉണ്ട്, ത്രില്ലർ ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ സ്പേസ് ഉണ്ട് എന്ന് പറയുന്ന വളരെ ആ ഒരു യുണീക്നെസ്സിനെ, നമ്മളുടെ കോർ വാല്യൂവിൽ പെട്ടതാണല്ലോ ഡിസ്കവർ യുവർ യുണീക്നെസ്. ആ യുണീക്നെസ്സിനെ ഡിസ്കവർ ചെയ്യാനുള്ള സ്പേസും ടൈമുമായിട്ടാണ് നിയോയെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ആ യുണീക്നെസ്സിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള സ്പേസായിട്ട് ഇതിനെ ഉപയോഗിക്കരുത് എന്നത് നമ്മുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അല്ല, എനിക്ക് തോന്നുന്നത് അതൊക്കെ തന്നെയായിരിക്കും ഈ ചേഞ്ചസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് ആളുകളിൽ. അതായത് പുറത്തിറങ്ങുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത് അവരുടെ കാഴ്ചകളിൽ വ്യത്യാസം കാണുന്നത്, അവരുടെ വിഷ്വൽ ലാംഗ്വേജിൽ വ്യത്യാസം കാണുന്നത്, വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റേഷൻസ് അതിൽ വരുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് തൽക്കാലം അടുത്ത ഒരു സ്ട്രേറ്റ് ഫ്രം ഹാർട്ട് വരുന്നത് പോലെ നമുക്ക് നിർത്താം. ചോദ്യങ്ങൾ കൂടുതൽ വരാം, ചോദ്യങ്ങൾ കൂടുതൽ വരുന്നതിൽ തെറ്റില്ല. നമ്മൾ അതിനെ കൂടുതൽ പ്രോസസ്സ് ചെയ്ത് സമയമെടുത്ത് അതിനൊക്കെ ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കാം. ഒപ്പം ജെയിൻ സാറിൻ്റെ സമയവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ അടുത്തൊരു സ്ട്രേറ്റ് ഫ്രം ഹാർട്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.